അത് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വലിയൊരു സുഹൃതമാണ്. എന്നിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും പറവകളെയും ഇഴജന്തുക്കളെയും ഒക്കെ വിളിച്ചൊന്ന് സൽക്കാരം കൊടുക്കായിരുന്നു. ഇപ്പൊ ദുനിയാവ് അവരെ കയ്യിൽ കിട്ടുമ്പോൾ അവരെ ആഗ്രഹം അതാണ്, നന്നായി ഭക്ഷണം കൊടുക്കുക. മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മിൽ നിന്ന് പിശുക്ക് എന്ന് പറയുന്ന രോഗം നീങ്ങിക്കിട്ടാൻ വലിയൊരു മാർഗമാണത്. പിശുക്ക് വലിയ രോഗമാണ്, അത് നീങ്ങിക്കിട്ടാൻ ഔലിയാക്കളുടെ വലിയൊരു മാതൃകയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പാവങ്ങൾക്ക് വലിയ ഒത്താശ ചെയ്ത് ജീവിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അവർ ഖത്മ് തീർത്തത് വിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവുള്ളൊരു വിഷയമാണ് ഖുർആൻ ഖത്മ് തീർക്കുന്നത്. റമളാനിൽ പോലും പലരും ഖുർആനിന്റെ ഖത്മ് ഓതിയെത്തുന്നില്ല. ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഖുർആന് ധാരാളം ഖത്മ് തീർക്കുന്നവരാണ് എല്ലാ ഔലിയാക്കളും. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഒരു മാസമാകുമ്പോഴേക്ക് 5ഉം 6ഉം ഒക്കെ ഖത്മ് തീർക്കുന്നവരാണ്. ഒരൊറ്റ കാലിൽ നിന്നിട്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ഖത്മ് തീർത്തത്. ഒരു കാലിൽ നിന്നിട്ടാണ് മറ്റേ കാല് നല്ലോണം ഉറപ്പിക്കാതെ കുറച്ച് അയവാക്കി വെക്കും, ഉറക്കം വരാതിരിക്കാൻ. ഖുർആന് ഖത്മ് തീർക്കുകയാണ്. പലരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ പറയുമ്പോ മഹാനവറുകളെ പരിഹസിക്കാറുണ്ട്. മുഅ്മിനീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഫർളൊക്കെ നിർവഹിച്ച ശേഷം, ആദ്യം ഫർള് നിർവഹിക്കണം. ഫർളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത്. ഫർളിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഫർളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഒരാളും ഒരു കാലത്തും ഔലിയാവില്ല, അങ്ങനെ കരുതണ്ട. ഔലിയാക്കളൊപ്പം അയാളെ ചേർക്കാനും കൂടി പറ്റൂല. ഫർളുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. നിസ്കാരമടക്കമുള്ള ഫർളുകൾ വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിക്കണം. പിന്നെ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. ആ സുന്നത്തുകൾ അങ്ങനെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഇഷ്ടം നൽകും. ഫൈദാ ഹബ്ബതുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും. വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജിലഹുല്ലതീ യംശീ ബിഹാ, നടക്കുന്ന കാല് ഞാനാകും, പിടിക്കുന്ന കയ്യ് ഞാനാകും എന്ന് പറഞ്ഞാൽ ദൂരവ്യത്യാസമില്ലാതെ, മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ, കാരണങ്ങൾ ഉപയോഗിക്കാതെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അല്ലാഹു എളുപ്പം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഖദമീ അലാ റഖബാത്തിൽ ഔലിയാ, എന്റെ കാൽപാദം ശേഷമുള്ള എല്ലാ ഔലിയാക്കളുടെയും പെരടിക്ക് മുകളിലാണ്. അത് പറഞ്ഞ സമയത്ത് ഇപ്പുറത്ത് ഉമ്മബീദ ഗ്രാമത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തലതാഴ്ത്തി കൊടുക്കുകയാണ്. ശിഷ്യന്മാർക്കിടയിൽ തലതാഴ്ത്തിയിട്ട് ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താ പറഞ്ഞത്? ഒന്ന് വല്ല മക്കളെ, ബഗ്ദാദിൽ വെച്ച് ഇന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ശേഷം വരുന്ന എല്ലാ ഔലിയാക്കളുടെയും വലിയ നേതൃപദവിയിലേക്ക് മഹാനവറുകളെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയത് ഇന്ന് ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചു. ബഗ്ദാദിൽ നിന്ന് എത്രയോ അകലമുണ്ട് ഉമ്മു അബീദ ഗ്രാമത്തിലേക്ക്. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങളൊന്നും വേണ്ട അവർക്കൊരാളെ കേൾപ്പിക്കാൻ, നമ്മുടെ ഉപകരണങ്ങളൊന്നും വേണ്ട അവർക്ക് ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ. മദീന പള്ളിയിൽ വെച്ച് ഖുതുബ ഓതുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ സൈന്യങ്ങളുടെ നേതാവായി പോയ സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹു പോയത് നഹാവന്ദിലേക്കാണ്. മദീനയിൽ നിന്ന് ഏകദേശം 1500 മൈൽ അപ്പുറമാണ്. നഹാവന്തിൽ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണണമെന്ന് അവർ ഉദ്ദേശിക്കുമ്പോഴേക്ക്
മറകളും തടസ്സങ്ങളും ദൂരങ്ങളും വ്യത്യാസമില്ലാതെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവരെ കണ്ണും നമ്മളെ കണ്ണും വലിയ വ്യത്യാസത. നമ്മൾ ഈ ഇരിക്കുന്ന എന്നെ നേർക്കേരെ കാണുന്നില്ല, എന്നിട്ടല്ലേ ഇതിന്റെ അപ്പുറം. അവര് നേരെ കാണും, കാണാൻ അവരുദ്ദേശിക്കുന്നതൊക്കെ കാണും. ഒരാളെ കൽബാണോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്, അതവർ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുകൊണ്ടാണ് ഔലിയാക്കൾക്കൊക്കെ അത്വിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വൈദ്യന്മാർ, ഹൃദയത്തിന് ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാരെന്ന് പേര് വെച്ചത്. അവിടെയാണല്ലോ കാര്യമായിട്ട് ചികിത്സ വേണ്ടത്. ഹൃദയത്തിലെ രോഗങ്ങൾ മാറിയാൽ പിന്നെ ആളുഷാറായില്ലേ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ നോക്കി ചികിത്സിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയ ചികിത്സയാണ്. അപ്പൊ നമ്മളെ നാട്ടിലൊരു ഡോക്ടർ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ശബ്ദം കേട്ടിട്ട് അവർ മരുന്ന് ചെയ്തു. പ്രഗത്ഭന്മാരാണ്. പരിശോധിച്ച് നോക്കിയിട്ട് എന്താ രോഗം എന്നും ചോദിച്ചിട്ട് മരുന്ന് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. ഇന്നിപ്പോ അങ്ങനെ, നിങ്ങൾക്ക് എന്താ രോഗം, എനിക്ക് ഇന്ന രോഗമാണ്, അതിന് മരുന്ന് ചെയ്ത്. മരുന്ന് ചെയ്താൽ അവർക്ക് അറിയുന്നുള്ളൊരു ഒരു മഹത്വമുണ്ട്, അത് ശരിയാണ്. പക്ഷെ മുമ്പ് അങ്ങനല്ല, മുമ്പ് ശബ്ദം കേട്ടിട്ട് മരുന്ന് ചെയ്തു. അപ്പൊ ശബ്ദം കേട്ട് മരുന്ന് ചെയ്ത എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കറക്റ്റാണ്. ആ എന്താണോ അയാൾക്കുള്ള രോഗം അത് ശബ്ദത്തിലൂടെ പുറത്ത് വെളിവാകും. ശബ്ദം കേട്ടാൽ അറിയല്ലോ ക്ഷീണം എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് ക്ഷീണം എന്ന് ശബ്ദത്തിന്റെ രൂപം അനുസരിച്ച് അയാൾക്ക് അറിയും. അങ്ങനെ മുമ്പൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ മകൻ ഈ ബാപ്പാന്റെ കൂടെ കൂടിയിട്ട് ഈ വിദ്യകളൊക്കെ പഠിക്കാം. ബാപ്പ ഒരു ദിവസം വല്ലാതെ ചുമ കൊണ്ട് കുരച്ചപ്പോ ഈ മകനൊരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പൊ ബാപ്പ പറഞ്ഞു, ഇനി നീ എന്റെ കൂടെ ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് മരുന്ന് എഴുതിക്കോ. കാരണം നീ പഠിച്ചു കഴിഞ്ഞു, തഹ്സീലായി കഴിഞ്ഞു. നിനക്കിപ്പോ എന്റെ കൂറ്റ് കേട്ട് ഞാൻ ഇങ്ങനെ കുരച്ചപ്പോ ആവർത്തിച്ച് ചുമ ഒന്ന് കുരച്ചപ്പോ എനിക്ക് മരുന്ന് എഴുതിയില്ലേ, ഇനി നീ ജനങ്ങളെ പോയി ചികിത്സിച്ചു. എന്നാൽ ഔലിയാക്കള് അവർ നമ്മുടെ ഖൽബ് നോക്കിയാണ് ചികിത്സിക്കുന്നത്. ഖൽബ് നോക്കി ചികിത്സിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്ക്, ദൂരം നോക്കിയിട്ട് സാരിയാ റളിയല്ലാഹുവിനെ വിളിക്കുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഖുതുബക്ക് വന്ന ആൾക്കാർ ചിന്തിക്കുന്നു ഖുതുബന്റെ ഇടയിൽ എന്താ ഒരു വർത്തമാനം. മുന്നിലിരിക്കുന്ന സ്വഹാബത്തും അല്ലാത്തവരും ചിന്തിക്കുന്നു, പടച്ചോനെ മിമ്പറിൽ വെച്ച് ഖുതുബന്റെ ഇടയിൽ സാരിയത്ത് ബിൻ ഹസൻ റളിയല്ലാഹുവിനെയാണല്ലോ വിളിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് മഹാനവറുകൾ അവിടെ നിന്ന് മദീനയിലെത്തി. ചോദിക്കുന്നു, സാരിയാ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കേട്ടോ? സാരിയത്ത് ബിൻ ഹസൻ തങ്ങൾ പറയുന്നു, ആ വിളിയില്ലെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നിയന്ത്രണവും നോട്ടവും ഇല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒറ്റന്നിനെയും ശത്രുക്കൾ ബാക്കി വെച്ചിട്ടുണ്ടാകൂല. ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചപ്പോഴേക്ക് ഞാൻ ആ പർവ്വതത്തിന്റെ അപ്പുറം നോക്കിയപ്പോ കുതിച്ചവര് കയറുകയാണ്. അമ്പെയ്ത് കൊണ്ടവരെ നശിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഒരൊറ്റ വിളിയല്ലേ വിളിച്ചത്. എവിടേക്കാണ് അവരെ നോട്ടം? ദൂരവും അടുപ്പവും വ്യത്യാസമില്ലാതെ സംസാരിക്കുന്ന സംസാരം. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ, ഇവിടെയുള്ള ഉപകരണത്തിലൂടെ വിദേശ രാഷ്ട്രങ്ങളിലും ലോകത്തിന്റെ ഭാഗങ്ങളിലും ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ ഔലിയാക്കൾക്ക് ഈ മാധ്യമങ്ങളൊന്നും വേണ്ട. അവര് പറയുമ്പോഴേക്ക് മറ്റുള്ളവർ കേൾക്കുന്നു. സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വന്നവരുണ്ടെങ്കിൽ ആ സംശയം നേർക്കുനേരെ കണ്ട് തിരുത്തുന്നു. കണ്ടില്ലേ നിങ്ങൾ, ഷെയ്ഖ് ജീലാനി തങ്ങളെ കാലത്ത് അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനുണ്ട്. ഇബ്നുൽ ഇമാദ് തങ്ങൾ നല്ല പണ്ഡിതനാണ്. പക്ഷേ ചില വിശ്വാസ ശാസ്ത്രങ്ങൾ വായിച്ചപ്പോ മനസ്സിൽ വിശ്വാസ വൈകല്യം കൂടിപ്പോയി. വായിക്കാൻ പറ്റുന്നത് വായിച്ചാൽ മതിട്ടോ, അല്ലാത്തത് വായിച്ചാൽ ഇൽമില്ലാത്ത നമ്മൾ ഇങ്ങനെ വട്ടം കറങ്ങും. അതും ശരിയാണ്, ഇതും ശരിയാണ്, മറ്റേതും ശരിയാണ്. ഏതാ ശരിയെന്ന് ലാസ്റ്റ് നമുക്ക് തന്നെ അറിയില്ല. നല്ലോണം ഇൽമു ഉറപ്പുള്ള ആൾക്കാർ വായിച്ചാൽ ഈ കേടുവരൂല. ഈ പണ്ഡിതൻ ചില വിശ്വാസ ഗ്രന്ഥങ്ങൾ, വിശ്വാസ ശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം, ഏതാ സ്വീകരിക്കേണ്ടത്? ഇവിടെ കുറെ പ്രസ്ഥാനങ്ങളുണ്ട്, എല്ലാവരും ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഏതാ സ്വീകരിക്കേണ്ടത്? അതിൽ ചെറിയൊരു ആശങ്ക വന്നപ്പോ ഒരാൾ പറഞ്ഞു മഹാനവറുകളോട്, ഇബ്നുൽ ഇമാദ് തങ്ങളെ, നിങ്ങൾ ബഗ്ദാദിലേക്ക് പോയിക്കോളൂ. അവിടെയുണ്ടൊരു വലിയ മഹാൻ, യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സു നോക്കി സംസാരിക്കും. നിങ്ങൾ അവിടെ പോയിരുന്നാ മതി, ട്രീറ്റ്മെന്റ് കിട്ടും. എന്റെ സംശയം ഏതാണെന്ന് ചോദിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ മഹാന്റെ സദസ്സിൽ പോയിരുന്നാ മതി, അപ്പോഴേക്ക് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ വലിയ ജനാവലി ഒരുമിച്ച് കൂടി ഒരു സദസ്സാണ്.
ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിൽ 3 വഅലാണ്. ഒരു വഅല് കഴിഞ്ഞാൽ 10,000 ആളുകൾ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലും. എന്താണ് ആ വഅല്? എന്താണ് ആ ദീനീ പ്രവർത്തനം? അങ്ങനെ നമ്മൾ കൂട്ടി നോക്കിയാൽ 40 കൊല്ലല്ലേ വഅല് പറഞ്ഞത്? 40 കൊല്ലത്തെ വഅല് കൊണ്ട് കിട്ടിയ പുരോഗതി ദീനിന് എത്രമാത്രം വലുതാണ്! അള്ളാഹുവിന്റെ ദീനിലുള്ള കഠിനാധ്വാനം എത്രമാത്രം വലുതാണ്! ആ അധ്വാനത്തിൽ മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ തൗഫീഖ് ചെറുതൊന്നുമല്ല. 90 കൊല്ലം ജീവിച്ച മഹാൻ 40 കൊല്ലം വഅല് പറഞ്ഞു. ജനങ്ങളെ വിശ്വാസവും അവരെ സംസ്കാരവും അവരെ മനസ്സും നന്നാക്കി നല്ല മനുഷ്യന്മാരെ വാർത്തെടുത്തു, നല്ല ശിഷ്യന്മാരെ വാർത്തെടുത്തു, നല്ല തെളിഞ്ഞ ആളുകൾ. അവരെ കൂടെ നമ്മളൊന്ന് കൂടിയാൽ നമ്മളെ മനസ്സങ്ങ് നന്നായി പോകും. ഒരിക്കൽ നമ്മൾ അവരോട് ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ മതി നമ്മുടെ മനസ്സിൽ മാറ്റം വന്നു പോകും. അത്രക്ക് സ്ഫുടതയുള്ള നല്ല നല്ല മഹാന്മാരെ വാർത്തെടുത്തു. വലിയ സദസ്സിൽ പോയിട്ട് ഈ പണ്ഡിതൻ ഒരു മൂലയിലിരുന്നു. കാരണം ആൾക്കാർ പറഞ്ഞു മനസ്സ് നോക്കിയിട്ട് കാര്യം പറയുന്നല്ലേ, വിഷയമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു മൂലയിലിരുന്നു. ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയാണ്, ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിന്റെ ശൈലി മാറി. മഹാനവർകൾ പറയുന്നു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. നമ്മളെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം പൂർവീകരായ മഹത്തുക്കളായ സ്വഹാബത്തിന്റെയും താബിയുകളുടെയും വിശ്വാസമാണ്. അതാണ് സ്വീകരിക്കേണ്ടത്. സ്വഹാബത്ത് എന്തെല്ലാം വിശ്വാസ രംഗത്ത് ബഹുമാന രംഗത്ത് സ്വീകരിച്ചോ അതൊക്കെ നമ്മളും സ്വീകരിക്കണം. ഒന്നും തള്ളിപ്പറയാൻ പാടില്ല. അവരെന്തെല്ലാം ബഹുമാനമായി കൊണ്ട് നടന്നോ നമുക്കും അത് ബഹുമാനമാണ്. അവരെന്തെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിച്ചോ നമുക്കും അത് വിശ്വാസമാണ്. അപ്പൊ അവരുടെ സരണിയാണ് സ്വീകരിക്കേണ്ടത്. ഇതാണ് കിട്ടേണ്ട മറുപടി. അബൂബക്കറുൽ മാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു മാറ്റർ വന്നപ്പോ അങ്ങനെ പറഞ്ഞതായിരിക്കും, എന്നോടൊന്നാകൂല. ഷെയ്ഖ് ജീലാനി പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു കാര്യം പറഞ്ഞപ്പോ കൂട്ടത്തിൽ അതും പറഞ്ഞതായിരിക്കും. അപ്പൊ രണ്ടാമതും ഷെയ്ഖ് ജീലാനി തങ്ങൾ മഹാനവറുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. നമ്മുടെ വിശ്വാസം സ്വഹാബത്ത് താബിഈങ്ങളെ വിശ്വാസമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസവും, അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇബ്നുൽ ഇമാദ് തങ്ങൾ വിചാരിച്ചു, അത് പ്രസംഗിക്കുന്ന ആള് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിയല്ലോ, അങ്ങനെ തിരിഞ്ഞതായിരിക്കും, എന്നോടൊന്നാകൂല. 2 വട്ടം പറഞ്ഞിട്ടും കാര്യം ഉൾക്കൊള്ളാതിരുന്നപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒറ്റ വിളി, യാ അബൂബക്കർ. 10,000 ആള് ഒരുമിച്ച് കൂടിയ സദസ്സില്ല, വലിയ പണ്ഡിതനെ വിളിച്ചു, യാ അബൂബക്കർ. ഞാൻ 2 വട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഓലോടാണ്, എല്ലാവരോടും ഇങ്ങനെ തള്ളുക. എന്നാ നിങ്ങളെ പേര് വിളിച്ച് ഞാൻ പറയട്ടെ, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇപ്പൊ മനസ്സിലായെന്ന് വെച്ചു. മനസ്സിലായി. സംശയം നീങ്ങിയെന്ന് വെച്ചു. സംശയം നീങ്ങി. കണ്ടാ, മനസ്സ് നോക്കി സംസാരിക്കാനുള്ള കഴിവ് വല്ലാത്ത കഴിവാണ്. ഒരാളെ കണ്ട അവർക്ക് മനസ്സിലാവും ആളെങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോ ശിഷ്യനുണ്ട് കൂടെ. ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനവറുകൾ ചിന്തിച്ചു, ഇന്നിവിടെ ആരെങ്കിലും സൽക്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ അല്പം സ്ഥലം തരികയാണെങ്കിൽ ഒന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോകായിരുന്നു, രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയൂല എന്നുള്ളവർക്ക്. അങ്ങനെ ചിന്തിച്ചപ്പോ പരിസരത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് വിളിച്ചു, വരി. ഇയാള് കാഴ്ചയിൽ ഇയാൾ ബഖീലാണ്, പിശുക്കനാണ്. ഇയാളെങ്ങനെ നമ്മളെ സൽക്കരിക്കുന്നത്? വീട്ടിൽ കൊണ്ടുപോയി നല്ല വിരിപ്പ് കൊടുത്തു, പുതപ്പ് കൊടുത്തു, തലയിണ കൊടുത്തു, വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് അതിനുള്ള പുല്ലും വെള്ളവും ഒക്കെ കൊടുത്തു. ശിഷ്യന് കിടക്കാൻ അപ്പുറത്ത് വേറൊരു പായം വിരിച്ചു കൊടുത്തു. അപ്പോഴും ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ മനസ്സിൽ ആശങ്ക, പടച്ചോനെ, ഇയാൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് മനസ്സിലാകുന്ന ആള് ബഖീലാണ്. പക്ഷേ ഇയാൾ ഇങ്ങനെ സൽക്കരിക്കുന്നത് എന്താ? ഇയാൾ നമ്മളെ സൽക്കരിക്കേണ്ട ആളല്ലല്ലോ. ഇയാൾ ശരിക്കും സൽക്കാരം സ്വീകരിക്കാതെ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ തള്ളിവിടേണ്ട ആളാണ്. പിറ്റേന്ന് രാവിലെ അവിടെ കിടന്നുറങ്ങി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത്, ഞാൻ പോവുകയാണ്, നിങ്ങൾ മിസ്റിലേക്ക് വരുമ്പോൾ ഒന്ന് കാണണം. നമ്മൾ സ്വാഭാവികമായിട്ടും പറയില്ലേ, അടുത്ത ബന്ധമുള്ള ആളോട് നിങ്ങൾ കോഴിക്കോട്ട് വരുമ്പോൾ ഒന്ന് കാണണട്ടോ, ആ പരിചയത്തിന്റെ പേരിൽ പറയല്ലോ. അതേപോലെ നിങ്ങൾ മിസ്റിൽ വരുമ്പോൾ നമുക്കൊന്ന് കാണണം. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മിസ്റിൽ വന്നിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങളെ വാപ്പാന്റെ അടിമയാണോ എന്ന്. അപ്പൊ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ,
ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമു തെറ്റിയിട്ടില്ല, അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ ആ മനുഷ്യന് ലിസ്റ്റ് കൊടുത്തു. എന്താ ലിസ്റ്റ്? പായക്ക് 2 ദിർഹം, പുതപ്പിന് 2 ദിർഹം, ഈ മൃഗത്തിന് വെള്ളം കൊടുത്തതിന് 3 ദിർഹം, അതിന് പുല്ലിട്ട് കൊടുത്തതിന് 2 ദിർഹം, ശിഷ്യൻ കടന്ന ഇതൊക്കെ വാടകയാണ് ചോദിക്കണത്. കണ്ടങ്ങള്, ഇതാണ് ഷാഫി ഇമാം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇയാൾ ബഖീലാണല്ലോ, ഇയാൾ നമ്മളെങ്ങനെ സൽക്കരിക്കാന്ന്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ തുകക്ക് കൊടുത്തു. സൽക്കരിച്ച ആള് പിന്നെ വാടക വാങ്ങാൻ വേണ്ടോ? തുക മുഴുവനും കൊടുത്തിട്ട് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഉസ്താദുമാര് പകർത്തി തന്ന ഇൽമു 100% ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. ഒരാളെ ഒരു നോട്ടത്തിൽ അവർ മനസ്സിലാക്കിയിട്ട് വിധി എഴുതും. അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവോട് ഇമാം ഷെയ്ഖ് ജീലാനി തങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ എന്റെ സദസ്സിൽ വന്നിട്ട് നിങ്ങളെ വിശ്വാസം ശരിയായി, ഒരു കാര്യം കൂടി പറയട്ടെ, കുറെ ദിവസമായല്ലോ നിങ്ങളെ വാപ്പ വീട് വിട്ടുപോയിട്ട്, വീട്ടിലേക്ക് പോയിക്കോളൂ, ബാപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്. മഹാനുഭാവൻ ആ സദസ്സിൽ നിന്ന് പോയി വീട്ടിൽ നോക്കുമ്പോ ബാപ്പ മുറ്റത്തിരിക്കുന്നുണ്ട്. ആ മുറ്റത്തിരിക്കുന്ന ബാപ്പ അവിടെ എത്തിയ വിവരം ഷെയ്ഖ് ജിലാനി തങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് കൊണ്ട് അവരങ്ങ് അടുത്തപ്പോ, ദീനിന്റെ ഖിദ്മത്ത് കൊണ്ട് അവരടുത്തപ്പോ, അള്ളാഹു അവരെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചു. പിന്നെ അവരുദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കുന്നു. ഒന്നിനും തടസ്സമില്ലാത്ത രൂപത്തിൽ. എന്താണ് അവർ വിചാരിക്കുന്നത്, എന്തെല്ലാം നടക്കണമെന്നാണ് വിചാരിക്കുന്നത്, അതേപോലെ അള്ളാഹു തആല നടത്തി കൊടുക്കുന്നു. അത് പറയുമ്പോ സംശയിക്കണ്ട, അങ്ങനൊക്കെ ഉണ്ടാകോ ഉസ്താദേ എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ നമ്മളൊക്കെ ഓതാറില്ലേ സൂറത്തുൽ കഹ്ഫ്? ആ സൂറത്തുൽ കഹ്ഫിൽ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറയുന്നുണ്ട്, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഞാൻ ആ കുട്ടിയെ കൊന്നില്ലേ മൂസാ നബിയെ, ആ കുട്ടി ഭാവിയിൽ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി കാഫിറോ? ബാപ്പാനെയും ഉമ്മാനെയും കുഫ്രിയത്തിലേക്ക് നിർബന്ധിപ്പിക്കും. അവരിപ്പുള്ള വിശുദ്ധിയിൽ നിന്ന് അവരെ തെറ്റിക്കും ആ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ ആ രൂപത്തിൽ കഥ കഴിച്ചത്. അപ്പൊ പിന്നെ ഇവർക്ക് ഇനി വേറെ കുട്ടി ഉണ്ടാകോ? ഫാറദിന, നമ്മൾ ഉദ്ദേശിച്ചു അള്ളാഹു അവർക്ക് വേറെ കുട്ടിയെ കൊടുക്കണം. ആരുദ്ദേശിച്ചു? ഫാറദിന, നമ്മൾ ഉദ്ദേശിച്ചു. ആരാ ഉദ്ദേശിച്ചത്? ഖദർ അലൈഹിസ്സലാം. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ കൊടുക്കും. അതന്നെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും യഥാവിധി നടന്നോളുന്നില്ല. അതെന്തേ? നമുക്ക് പരിശുദ്ധിയുടെ കുറവാണ്. നമ്മൾ ഉയരണം. മഹാന്മാരെ മഹബത്ത് വെച്ച് അവരെ പാത സ്വീകരിച്ച് നമ്മൾ ഉയരണം. അള്ളാഹു നമ്മളെ ഉയർത്തി തരട്ടെ. അവരെ സബീലായിട്ട് നമ്മൾ അങ്ങനെ ഉയർന്നു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകക്കാരായ ആളുകളായിട്ട് നമ്മളെയും സ്വീകരിക്കും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അള്ളാഹു സ്വീകരിച്ചതുപോലെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്. പിന്നെ അവർക്ക് പേടിക്കാനൊന്നുമില്ല. ഔലിയാക്കൾക്ക് അല്ലെങ്കിലും പേടിക്കാനില്ല. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവരുടെ ജീവിതം എന്തോ രസാന്നറിയും. ഭൗതിക തലത്തിലും അവർക്ക് സന്തോഷമാണ്, പാരത്രിക ലോകത്തും അവർക്ക് സന്തോഷമാണ്. 2 ലോകത്തും സന്തോഷമാണ്. ഇതിന്റെ കാരണം അവരാ രൂപത്തിൽ വേറെ അപ്പുറം നമുക്ക് കഴിയില്ലല്ലോ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മോളെ ഇന്നാലിന്ന പർവ്വതത്തിന്റെ മുകളിൽ അവിടെ ജിന്നുകളൊരു കേന്ദ്രമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ജിന്നാണ് നിങ്ങളെ മോളെ കൊണ്ടുപോയത്. അവിടെ പോയി പറഞ്ഞാൽ മതി. ജിന്നിന്റെ തലവനോട് പറയാ, ഞാൻ ഷെയ്ഖ് ജീലാനിന്റെ അടുത്തുനിന്നാ വരുന്നത്, എന്റെ മോളെ നിങ്ങൾ ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചു തരാൻ വേണ്ടി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ നോക്ക്, ആ മകളെ അവിടെ കൊണ്ടുപോയതെന്ന് എന്തെങ്കിലും കണക്ക് നോക്കി പറഞ്ഞതല്ല. അല്ലാഹു തആല അവരെ മനസ്സിൽ നൽകുന്ന ഇൽമിന്റെ ആഴമാണ്. കാരണം അവരെ മനസ്സും അവരെ ശരീരവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഴുകിയപ്പോൾ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ കറക്റ്റ് അറിയും അവർക്ക് എവിടെയാ ഉള്ളത്. ആ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ മകളെ ജിന്ന് കൊണ്ടുപോയതാണ്. അദ്ദേഹം മല കയറി, വലിയ ജിന്നുകളെ ഒരു കൂട്ടം ആളുകൾ. സഹോദരങ്ങളെ, ജിന്നിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിയില്ല. ജിന്നിനെ പല രൂപത്തിലും ഭാവത്തിലും കാണും. മലക്കിനെയും മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിയില്ല.
അത് രണ്ടിനെയും യഥാർത്ഥ രൂപത്തിൽ കാണുന്നവർ അമ്പിയാക്കൾ മാത്രമാണ്. ഔലിയാക്കൾക്ക് പോലും യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാൾ ജിന്നിനെ യഥാർത്ഥ രൂപത്തിൽ ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളെ ശിക്ഷിക്കണം. കാരണം ആ പറഞ്ഞത് ശരിയല്ല, യഥാർത്ഥ രൂപത്തിൽ കാണൂല. മറ്റു പല രൂപഭാവങ്ങളിലും കാണും. മലക്കുകളെയും അങ്ങനെ കാണും. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ്? ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, നല്ലൊരു മനുഷ്യരൂപത്തിലാ വന്നത്. വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച് നല്ല താടിയും മീശയൊക്കെ ഉള്ള രൂപത്തില് ഒരു വൃത്തിയുള്ള മനുഷ്യന്റെ ആകൃതിയിലാണ് മലക്ക് വന്നത്. ആ രൂപം കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഒറ്റക്ക് താമസിക്കുന്നിടത്ത് എവിടുന്ന ഒരാണ് വന്ന് പെട്ടത്? കാണാൻ നല്ല ചൊറുക്കുള്ളൊരു പുരുഷൻ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ, അല്പം തഖ്വയുള്ള ആളാണെങ്കിൽ ഒന്ന് മാറി നിൽക്കണേ, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഞാനൊരു പെണ്ണ് ഒറ്റക്കാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിങ്ങളെ റബ്ബിന്റെ ദൂതനാണ്. റബ്ബ് പറഞ്ഞയച്ച മലക്കാണ് ഞാൻ. നിങ്ങൾക്ക് സന്തോഷം പകർത്തി തരാൻ വേണ്ടി, സന്തോഷം തരാൻ വേണ്ടി, സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ അയച്ചതാണ്. ഇരിക്കട്ടെ, ഈ മനുഷ്യൻ മലയുടെ മുകളിൽ കയറിയപ്പോ വ്യത്യസ്ത രൂപത്തിൽ ജിന്നുകൾ അവിടെയുണ്ട്. ജിന്നുകളെ നേതാവിനെ അന്വേഷിച്ചിട്ട് നേതാവിനോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരാള് എന്റെ മകളെ കട്ടുകൊണ്ടു വന്നിട്ടുണ്ട്. ഞാൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ അടുത്തുനിന്ന് വരികയാണ്. ആ മകളെ എനിക്ക് തിരിച്ചു തരണം. ഷെയ്ഖ് ജീലാനി തങ്ങൾ അടുത്തുനിന്ന് വരിക പറഞ്ഞപ്പോഴേക്ക് ജിന്നുകളെ നേതാവ് എണീച്ചു. കാരണം ജിന്നുകൾക്കും അറിയാം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആരാണെന്ന്, മനുഷ്യന്മാർക്ക് മാത്രമൊന്നുമല്ല. എഴുന്നേറ്റിട്ട് വിളിച്ചു പറഞ്ഞു, ആരാണ് ഇദ്ദേഹത്തിന്റെ മകളെ അപഹരിച്ചു കൊണ്ടുവന്നത്? ആരാ? അപ്പൊ ഒരു ജിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആ മോളെങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ശിക്ഷ കൊടുത്തു. കളവ് നടത്തിയതിന് കൈ മുറിച്ചു. കളവ് നടത്താൻ പാടില്ലല്ലോ, അപഹരിച്ചു കൊണ്ടുവന്നതല്ലേ, അതിന് ശിക്ഷ കൊടുത്തു. കാരണം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞയച്ചത്. പിന്നെ അതിന് മാറ്റമില്ല. അത് ആ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ കഴിവ് നൽകി അനുഗ്രഹിച്ചു. അവരെ ഇബാദത്തും അവരെ തസ്കിയത്തും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു ഒരു ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് നോക്ക് നിങ്ങൾ. ബിദ്അത്തുകാരിത് പറയുമ്പോൾ അവർ കളിയാക്കും. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സ്ഖലനത്തിന്റെ രോഗാന്ന് പറയും. ഒരു ദിവസം രാത്രി മഹാനവറുകൾ സുന്നത്തസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇശാന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. നല്ല തണുപ്പുള്ള രാത്രിയാണ്. ഇരിക്കുന്ന ഇരുത്തത്തിൽ മഹാനവറുകൾക്ക് ജനാബത്തായി കഴിഞ്ഞാൽ ഉടനെ കുളിക്കലാണ് ഏറ്റവും ഉത്തമം. പക്ഷെ നമ്മളൊക്കെ സുബഹിയിലേക്ക് നീട്ടി വെക്കൂലേ? അങ്ങനല്ല വേണ്ടത് ഉടനെ കുളിക്കലാണ്. ആ കിടക്കുന്ന കിടത്തത്തിലാണ് മരിക്കുന്നതെങ്കിൽ മലായിക്കത്തുർ റഹ്മ അടുത്ത് വരൂല. അതുകൊണ്ട് ഉടനെ കുളിക്കലാണ് ഉത്തമം. നിർബന്ധമാകുന്നത് ഓതണമെങ്കിലോ നിസ്കരിക്കണമെങ്കിലോ ആണ്. ആ ടൈമിലാകുമ്പോൾ കുളിച്ചാൽ മതി. പക്ഷെ നല്ലതെന്താ? നല്ലത് ഉടനെ കുളിക്കലാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉടനെ കുളിച്ചു. ഇനി ഫർദ് നിസ്കാരം നിസ്കരിക്കാനല്ല, സുബഹിയല്ലേ ഉള്ളത്. നിസ്കരിക്കാനുള്ള ടൈം ആകുമ്പോൾ കുളിച്ചാൽ മതിയല്ലോ. ഉടനെ പോയി കുളിച്ച് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെയും ഇരുന്നപ്പോ പിന്നെയും അങ്ങനെ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ രാത്രിയിൽ തന്നെ 40 വട്ടം അങ്ങനെ ജനാബത്തുണ്ടായി. 40 വട്ടം അങ്ങനെ കുളിച്ചു. സത്യത്തിൽ 2 വട്ടം ജനാബത്തുണ്ടായാലും 10 വട്ടം ജനാബത്തുണ്ടായാലും 40 വട്ടം ജനാബത്തുണ്ടായാലും കുളി ഒന്ന് മതി. പക്ഷേ അവരെ സുന്നത്തിനോടുള്ള താല്പര്യം, അഫ്ളലായ രൂപം സ്വീകരിക്കുന്നതിലുള്ള ത്യാഗമനോഭാവം, 40 പ്രാവശ്യം ഷെയ്ഖ് ജീലാനി തങ്ങൾ കുളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, 41ാമത്തെ പ്രാവശ്യം ഞാൻ എങ്ങാനും കുളിച്ചിരുന്നുവെങ്കിൽ എന്റെ റൂഹ് പിരിഞ്ഞു പോകുമായിരുന്നു. അത്രയും അസഹ്യമായ തണുപ്പാണ്. തണുപ്പ് വകവെക്കാതെയാണ് സഹോദരങ്ങളെ ആ സുന്നത്ത് സ്വീകരിക്കുന്നത്. കാരണം സുന്നത്തിൽ താല്പര്യം കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ തൊഴിലാണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും ആ സുന്നത്ത് നിർവഹിക്കാതെ മുന്നോട്ട് പോകൂല.
ഒരു സുന്നത്തെങ്കിലും ഒഴിവാക്കിയാൽ അള്ളാഹു ആഖിറത്തിൽ ചോദിച്ചാലോ എന്ന പേടിയാണ്. അവരെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഖൗഫാണത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഉളു എടുത്ത് പള്ളിയിൽ ജനങ്ങൾ നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ്. ശിബിലി ഇമാം തങ്ങൾ ഉളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ പരിഭ്രമിക്കുകയാണ്. കാരണം സാധാരണ മിസ്വാക്ക് ചെയ്യാതെ ഉളു എടുക്കാറില്ല. മിസ്വാക്ക് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. സാധാരണ വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും മിസ്വാക്ക് കാണുന്നില്ല. ശിബിലി ഇമാം തങ്ങൾ ഒരാളെ വിളിച്ചിട്ട് കുറച്ച് ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മിസ്വാക്ക് വാങ്ങിക്കൊണ്ടുവാ. കാരണം ജീവിതത്തിൽ ഒരു ഉളുവും മിസ്വാക്ക് ചെയ്യാതെ എടുത്തിട്ടില്ല. അല്ലേ? നമ്മളെ കൂട്ടത്തിൽ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചില ആളുകളൊക്കെ മിസ്വാക്ക് ചെയ്തങ്ങ് ഉറങ്ങും. അത് അപ്പുറത്തൊരാൾ കിടക്കുന്നോണ്ടാണ്. മിസ്വാക്ക് മാത്രം ചെയ്താൽ പോരാ, മിസ്വാക്കോട് കൂടെയുള്ള ഉളു ചെയ്യണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. മിസ്വാക്കോട് കൂടെയുള്ള ഉളു ചെയ്തിട്ടല്ലാതെ ഒരൊറ്റ ദിവസവും തങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. കുളിക്കുന്നതിന്റെ മുമ്പ് എന്നും ഉളു എടുത്തിട്ടല്ലാതെ തങ്ങൾ കുളിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാണ്, കുളിച്ചിട്ടാണ് പിന്നെ ഉളു എടുക്കുന്നത്. കുളി മുമ്പാണ്, ശേഷമല്ല, ആദ്യമാണ് കുളിക്കേണ്ടത്. അതാണ് സുന്നത്ത്, അതാണ് സ്വീകരിക്കേണ്ട ശൈലിയും. നല്ല കാമിലായ ഉളു എടുക്കുക, മിസ്വാക്കൊക്കെ ചെയ്ത് ദിക്റൊക്കെ ചൊല്ലി സുന്നത്തുകളൊക്കെ പൂർത്തിയാക്കി കറാഹത്തുകളൊക്കെ ഒഴിവാക്കി നല്ലൊരു ഉളു. കിടക്കുന്ന നേരത്ത് ഉളു എടുക്കണം. ആ ഉളുവിന് വലിയ പരിശുദ്ധിയുണ്ട്. ആ ഉളുവുമായിട്ട് ആണും പെണ്ണും ഇണചേരുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. അതിലുണ്ടായിത്തീരുന്ന കുഞ്ഞുങ്ങൾക്കും പ്രത്യേക സ്വലാഹിയത്തുണ്ട്, നന്മയുണ്ട്, പക്വതയുണ്ട്, സന്മാർഗമുണ്ട്. അതൊന്നും വെറുതെ അല്ല.